ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ അവസാനത്തെ ക്ലാസ്സിലാണുള്ളത്. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ പാഠത്തിൻ്റെ പേര് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അഥവാ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ടാഗോറിൻ്റെ കുറച്ച് വരികൾ തന്നെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏതു രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ച് പോകുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും. ടാഗോർ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രവീന്ദ്രനാഥ് ടാഗോർ 1941 നടത്തിയ നിരീക്ഷണമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇതിലൂടെ അദ്ദേഹം സൂചിപ്പിച്ച കാര്യങ്ങൾ: ഒന്ന്, ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാർക്ക് ഉപേക്ഷിക്കേണ്ടി വരും. 2, ദുരിതപൂർണമായ ഇന്ത്യയായിരിക്കും ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോകുന്നത്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നുവെങ്കിലും ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ പുതിയ രൂപത്തിൽ ഇവിടെ നിലനിൽക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവുമായിരുന്നു. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇന്ത്യ നേരിട്ടത്. ഒന്ന്, വിഭജനം, ഇന്ത്യ വിഭജനം. 2, അതിനോടനുബന്ധമായി ഉണ്ടായ അഭയാർത്ഥി പ്രവാഹം. അപ്പോൾ ആ 2 കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. അഭയാർത്ഥി പ്രവാഹം ഇവിടെ ചിത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ട്രെയിനിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആയിട്ട് ആളുകൾ കാളവണ്ടിയിലൊക്കെ ആയിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ നടന്നു പോവുകയാണ് അല്ലേ. മുകളിൽ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. കുടുംബാംഗങ്ങളോടൊപ്പം ഭാണ്ഡക്കെട്ടുകളും തലയിലേറ്റി നടന്നു നീങ്ങുന്ന അഭയാർത്ഥികളാക്കപ്പെട്ട ജനങ്ങളുടെ ചിത്രങ്ങളാണിത്. വിഭജന കാലത്തെ ഇന്ത്യയിലെ സാധാരണ കാഴ്ചയായിരുന്നു ഇത്. അക്കാലത്ത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹങ്ങളുണ്ടായി. ഇതോടൊപ്പം രാജ്യത്ത് പലയിടങ്ങളിലായി വർഗീയ ലഹളകൾ നടന്നു. കൽക്കട്ട, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നിവിടങ്ങളിലെ കലാപങ്ങൾ രക്തരൂക്ഷിതമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി സർവ്വതും നഷ്ടപ്പെട്ട് പലായനം ചെയ്ത വ്യത്യസ്ത വിഭാഗക്കാർ അഭയാർത്ഥികളായി മാറി. കാൽനടയായും കാളവണ്ടിയിലും തീവണ്ടിയിലുമായി 10 ദശലക്ഷം പേർ അഭയാർത്ഥികളായി സഞ്ചരിച്ചു. 10 ദശലക്ഷം പേർ. സ്വാതന്ത്ര്യാനന്തര ഗവൺമെൻറ്റിൻ്റെ ഫലപ്രദമായ ഇടപെടലും പുനരധിവാസ നടപടികളും വഴി അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു. അപ്പം അന്നത്തെ ഗവൺമെൻറ് ഫലപ്രദമായി ഇടപെട്ടത് കൊണ്ട് ഇതിൻ്റെ ഒരു പ്രത്യാഘാതം കുറയ്ക്കാൻ കഴിഞ്ഞു. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്ന ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കതുകൂടി നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇത് ഗാന്ധിജിയുടെ വിയോഗത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണ്. നോട്ട് ചെയ്ത് വെക്കുക. ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഈ വാചകം ഗാന്ധിജിയുടെ മരണത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇത് പറഞ്ഞത് നെഹ്റുവാണ്. ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അഹിംസാത്മക സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജി 1948 ജനുവരി 30 ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെ എന്നയാളുടെ വെടിയേറ്റു മരിച്ചു. വർഷം ഓർക്കുക, 1948 ജനുവരി 30. ഇന്ത്യ വിഭജന ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തരഫലമായിരുന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. ഒരു വർഗീയ ലഹളയുടെ റിസൾട്ടാണ് ഈ ഒരു കൊലപാതകം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾക്ക് പുറമെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 600ഓളം നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങൾക്ക്
ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായി നിൽക്കാനോ ഉള്ള അധികാരം നൽകിയ ശേഷമാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടത്. അതിനാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം. അപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ നേരിട്ട വലിയൊരു വെല്ലുവിളിയാണ്. ഇത് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. ഓർക്കുക, ചോദിച്ച ചോദ്യമാണ്. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു മലയാളിയായ VP മേനോൻ. ചോദിച്ചതാണ്. മലയാളി കൂടി ആയതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആരായിരുന്നു? മലയാളിയായ VP മേനോൻ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് ഒരു ലയന കരാർ തയ്യാറാക്കി. ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ. അപ്പോൾ ലയന കരാർ എന്തിനു വേണ്ടിയുള്ളതാണ്? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനുമായി ലയിപ്പിക്കുന്നതിന് വേണ്ടി. ഈ ഒരു ലയന കരാർ തയ്യാറാക്കിയത് ആരൊക്കെ ചേർന്നാണ്? പട്ടേലും VP മേനോനും ചേർന്നാണ്. അതനുസരിച്ച് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. അപ്പോൾ ഈ ഒരു ലയന കരാറിൽ പരാമർശിക്കുന്നത് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. ജനകീയ പ്രതിഷേധങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രായോഗിക സമീപനങ്ങളും മൂലം ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ലയന കരാറിൽ ഒപ്പുവെച്ചു, ഇന്ത്യനിൽ ചേർന്നു. അപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ അധിക നാട്ടുരാജ്യങ്ങളും ചേർന്നു. എന്നാൽ ഇതിന് വിരുദ്ധമായിട്ട് മാറി നിന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്, അവരുടെ നാട്ടുരാജ്യങ്ങളുണ്ട്. അവരുടെ പേര് പഠിക്കുക. എന്നാൽ ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. പിന്നീട് അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടിയിലൂടെയും രാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു. അപ്പോൾ അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടിയിലൂടെയും. അപ്പോൾ സമാധാനപൂർവ്വം സംസാരിച്ചു കൊണ്ടുവന്നതുകൊണ്ട് സൈനിക നടപടി എടുക്കേണ്ട കാര്യവും വന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. അവർ പൂർണ്ണമായിട്ടും വിട്ടുപോയിട്ടില്ല. ഫ്രാൻസിനും പോർച്ചുഗലിനൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും ചില സ്ഥലങ്ങളിൽ ശക്തി കേന്ദ്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടങ്ങളിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. ഇതോടെ ഫ്രാൻസ് തങ്ങളുടെ അധീന പ്രദേശങ്ങൾ തിരിച്ചു നൽകി. അപ്പോൾ ഫ്രാൻസ് തൻ്റെ അധീന പ്രദേശങ്ങൾ തിരിച്ചു നൽകി. സൈനിക നടപടിയിലൂടെ പോർച്ചുഗലിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു നൽകി. അപ്പോൾ നമുക്ക് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നതിന് വേണ്ടി പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളിൽ സൈനിക നടപടി എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് സിനിമയിൽ പരാമർശങ്ങളുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗാന്ധിജിയെക്കുറിച്ചുള്ള 2 സിനിമകളെ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ വിഭജനത്തെക്കുറിച്ചുള്ള സിനിമകൾ SCRT പറയുന്നത് ശ്രദ്ധിക്കുക. വിഭജനം സിനിമയിൽ വിഭജനകാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ധാരാളം സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഋത്തിക് കട്ടക്കിൻ്റെ മേഘേ ധാക്കാധാര, MS സത്യുവിൻ്റെ ഗരം ഹവ, ഗോവിന്ദ് നിഹലാനിയുടെ തമസ്, പമേല റോക്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ. ഇത് പ്രശസ്തമാണ് അല്ലേ? പമേല റോക്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ. ഇതെല്ലാം വിഭജനകാലത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രശസ്ത സിനിമകളാണ്. ഇനി നമ്മൾ VP മേനോനെ കുറിച്ച് പറഞ്ഞു, മലയാളിയായിട്ടുള്ള VP മേനോൻ. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് നോക്കാം. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. സ്കൂൾ ജീവിതശേഷം വിവിധ മേഖലകളിൽ ജോലി ചെയ്തു. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവൺമെൻറ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം
നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. ഇതാണ് നമ്മൾ ഈ ഭാഗത്ത് വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട കാര്യം. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. അദ്ദേഹം ഒറീസയിലെ ഗവർണറായിട്ടുണ്ട് 1952. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ മറന്നു പോകരുത്. SCERT ഫാക്റ്റ് ആണ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇപ്പം രണ്ടും ഇന്ത്യയുടെ സംയോജനവുമായിട്ട് ബന്ധപ്പെട്ട കൃതികളാണ്. ഇനി ഇന്ത്യൻ യൂണിയനിലേക്ക് ഫ്രാൻസും പോർച്ചുഗലും ചേർക്കപ്പെട്ട വർഷം പറയാണ്. ഫ്രാൻസ് അധീന പ്രദേശങ്ങൾ പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം. പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം. 1954 അല്ലേ, റിപ്പബ്ലിക് കഴിഞ്ഞതിന് ശേഷമാണ് അല്ലേ. 1954 ഇന്ത്യൻ യൂണിയനിലേക്ക് പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നീ പ്രദേശങ്ങൾ ചേർക്കപ്പെടുന്നത്. ഇനി പോർച്ചുഗലിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളാണ് ഗോവ, ദാമൻ, ദിയു. 1961 ഇവയെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെടുന്നത്. ഭരണഘടനാ രൂപീകരണവും ആദ്യ പൊതു തിരഞ്ഞെടുപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറയായത് ഇന്ത്യൻ ഭരണഘടനയാണ്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെടുന്നത്. ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിക്കും. ഭരണഘടന എഴുതി തയ്യാറാക്കാനായി BR അംബേദ്കർ ചെയർമാനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ, അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഭരണഘടന എഴുതി തയ്യാറാക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അതിൻ്റെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. നിരവധി ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഭരണഘടനയ്ക്ക് രൂപം നൽകി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയാഭിലാഷങ്ങളുടെ പ്രതിഫലനമായിരുന്നു ഇന്ത്യൻ ഭരണഘടന. 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഭരണഘടന നിലവിൽ വന്നതും റിപ്പബ്ലിക്കായതും 1950 ജനുവരി 26 അത് നമുക്കറിയുന്ന ഡേറ്റാണ് അല്ലേ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നം ജനാധിപത്യ വ്യവസ്ഥ രൂപീകരണമായിരുന്നു. ജനാധിപത്യ വ്യവസ്ഥ രൂപീകരണം, അപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണം, അതുപോലെ തന്നെ ഇന്ത്യ വിഭജനം, അഭയാർത്ഥി പ്രശ്നം, ഇതൊക്കെ ഇന്ത്യ നേരിട്ട വെല്ലുവിളിയാണ്. അപ്പോൾ ഭരണഘടന അനുസൃതമായിട്ട് ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലയളവിലായിരുന്നു. അപ്പോൾ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭരണഘടന അനുസരിച്ചുള്ള പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1951-52. അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം അതിനു മുന്നേ ഹിതപരിശോധന പോലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭരണഘടന അനുസൃതമായിട്ടുള്ള പൊതു തിരഞ്ഞെടുപ്പ് എന്ന് എടുത്തു പറയുന്നത്. സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായി നടന്ന ആദ്യ തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമായിരുന്നു. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ ഏഷ്യയിലും ആഫ്രിക്കയിലും ഒട്ടുമിക്ക രാജ്യങ്ങളിലും ജനാധിപത്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴും ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ ഇന്നും ശക്തമായി നിലകൊള്ളുന്നു. അപ്പോൾ മറ്റു രാജ്യങ്ങളെ പോലെയല്ല ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ്. അതൊക്കെ നമ്മുടെ മുൻകാല നേതാക്കന്മാരുടെ ദീർഘവീക്ഷണങ്ങൾ കൊണ്ടാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. അപ്പോൾ നമ്മൾ സംസ്ഥാനങ്ങളെ രൂപീകരിച്ചിരിക്കുന്നത് ഭാഷാടിസ്ഥാനത്തിലാണല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നാം ചർച്ച ചെയ്തല്ലോ. ഇവിടങ്ങളിലെ ജനങ്ങൾ അഭിമുഖീകരിച്ച ഒരു പ്രധാന പ്രശ്നം ഭാഷയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഒരു നാട്ടുരാജ്യത്തെ തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു. അതിനാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നു. 1920
നാഗ്പൂർ കോൺഗ്രസ് 1920 ആ വർഷം നോട്ട് ചെയ്യുക. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നത് മുന്നേ തന്നെ ഭാഷാടിസ്ഥാനത്തിലാണ് കേട്ടോ, നാഗ്പൂർ. അപ്പം നാക്ക് കൊണ്ടാണല്ലോ സംസാരിക്കുന്നത്, അപ്പോൾ അങ്ങനെ ഓർക്കുക സ്ഥലപ്പേര് നാഗ്പൂർ. സ്വാതന്ത്ര്യ അനന്തരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യമായി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പോറ്റി ശ്രീരാമലു നിരാഹാര സമരം തുടങ്ങി. അപ്പം ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടി, തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാര സമരം നടത്തിയത് പോറ്റി ശ്രീരാമലുവാണ്. 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം മരണമടഞ്ഞു. അല്ലെ, അദ്ദേഹം മരണപ്പെട്ടു. ഇന്നത്തെ പോലെ നിരാഹാര സമരം അല്ല, അന്നത്തെ ശരിക്കുള്ള നിരാഹാര സമരങ്ങളാണ് അല്ലേ. ഇത് പ്രക്ഷോഭം രൂക്ഷമാക്കി. തുടർന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം 1953 ഏത് വർഷം? 1953 ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം ഇതിനെ തുടർന്ന് ശക്തമായി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. അപ്പോൾ സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. എന്തിനു വേണ്ടിയാണ്? ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിന് വേണ്ടി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിന് വേണ്ടി. ഫസൽ അലി ആയിരുന്നു സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ഫസൽ അലി കമ്മീഷൻ. ദെൻ HN കുൻസ്രു, മലയാളിയായ KM പണിക്കർ എന്നിവരായിരുന്നു മറ്റംഗങ്ങൾ. PSC എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി, മറ്റു അംഗങ്ങൾ HN കുൻസ്രു, മലയാളിയായിട്ടുള്ള KM പണിക്കർ. ഈ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യൻ സംസ്ഥാന പുനർസംഘടനാ നിയമം. അപ്പോൾ ഇന്ത്യൻ സംസ്ഥാന പുനർസംഘടനാ നിയമം വരുന്നത് 1956 ഇതിന് കാരണമായിട്ടുള്ള കമ്മീഷൻ നമ്മുടെ ഫസൽ അലിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന പുനർസംഘടനാ കമ്മീഷനാണ്. ഇത് പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. അപ്പോൾ 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നിട്ടുള്ളത്. പിന്നീട് പല ഘട്ടങ്ങളിലായി പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. ഇപ്പോൾ ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഒരു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ ടെറിട്ടറിയും ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നിലവിലുള്ള കണക്കനുസരിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റങ്ങൾ. സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ വളരെ പരിതാപകരമായിരുന്നു. ലോകത്ത് അന്ന് നിലനിന്നിരുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സമന്വയമായ മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ളത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സമന്വയമാണ്. അത് പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. അപ്പോൾ നമ്മൾ മിശ്ര സമ്പദ് വ്യവസ്ഥ പ്രാധാന്യം നൽകുന്നത് പബ്ലിക് സെക്ടർ, പൊതുമേഖലയ്ക്കാണ് കേട്ടോ, പൊതുമേഖലയ്ക്കാണ്. സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഈ പദ്ധതികളിൽ പലതും സ്വാതന്ത്ര്യ സമരകാലത്ത് പല കോൺഗ്രസ് സമ്മേളനങ്ങളിലും ചർച്ച ചെയ്തിരുന്നവയാണ്. കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണമായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടത്. അപ്പോൾ കേന്ദ്രീകൃതമായിട്ടുള്ള സാമ്പത്തിക ആസൂത്രണമായിരുന്നു ഈ ചർച്ചകളിൽ പ്രധാനപ്പെട്ടത്. അപ്പോൾ നമ്മുടെ സാമ്പത്തിക ആസൂത്രണം സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു കൃത്യമായിട്ടൊരു കേന്ദ്രീകൃത രീതിയിൽ ചർച്ച ചെയ്ത് ആലോചിച്ച് അത് എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കുന്ന രീതിയിൽ ആണ് വേണ്ടത് എന്ന രീതിയിൽ തുടക്കത്തിലെ ചർച്ചകൾ വന്നിരുന്നു. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത്. PYQ ആണ് കേട്ടോ.
സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത്. സോവിയറ്റ് യൂണിയൻ. ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ചരിത്രം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇവിടെ മുൻകഴിഞ്ഞ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് വായിച്ചിട്ടില്ല. നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് അത് പറയും. അപ്പോൾ സാന്ദർഭികമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തു, ഇന്ത്യൻ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്നവർ ഈ ക്ലാസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ പിന്തുണ കിട്ടുമ്പോഴാണ് മുഴുവൻ ക്ലാസ്സുകളും കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ഊർജം നമുക്ക് കിട്ടുന്നത്. അത് നിങ്ങൾ മനസ്സിൽ വെച്ച് വേണ്ട വിധത്തിൽ ഇടപെടുക. സ്വാതന്ത്ര്യത്തിന് ശേഷം സാമ്പത്തിക ആസൂത്രണ പരിപാടികൾക്ക് ശക്തി വർദ്ധിച്ചു. 1950 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ വന്ന ആസൂത്രണ കമ്മീഷൻ 1950 നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത് 1950. അധ്യക്ഷൻ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു. സാമ്പത്തിക പുരോഗതിക്കായി ആസൂത്രണ കമ്മീഷൻ നിരവധി പദ്ധതികൾ മുന്നോട്ട് വെച്ചു. അപ്പോൾ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് നമുക്ക് നോക്കാം. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാനും ഗുൽസാരിലാൽ നന്ദ വൈസ് ചെയർമാനും ആയിരുന്നു. ഇതെല്ലാം PSC ചോദിച്ചിട്ടുള്ളതാണ്. TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ് എന്നിവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ഓക്കെ അല്ലേ? ഇതാണ് ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ്റെ യോഗത്തിൻ്റെ ചിത്രമൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. ഇപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. പഞ്ചവത്സര പദ്ധതികൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. 5-year പ്ലാൻ. 1951 തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതികൾ. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ തുടക്കം കുറിക്കുന്നത് 1951. വികസന പ്രക്രിയയിൽ വളരെയധികം മുന്നോട്ട് പോകാൻ ഇന്ത്യയെ സഹായിച്ചു. കാർഷിക വ്യാവസായിക മേഖല പുഷ്ടിപ്പെടാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊർജോൽപാദനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കും ഇത് സഹായകമായി. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ കാരണം വികസിക്കാൻ തയ്യാറായ മേഖലകളാണ് കാർഷിക വ്യാവസായിക മേഖല, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഊർജോൽപാദനം, വിദ്യാഭ്യാസ പുരോഗതി. സാമ്പത്തിക പുരോഗതിക്കായി വിദേശ രാജ്യങ്ങളുടെ സഹായവും ഇന്ത്യക്ക് ലഭിച്ചു. വിദേശ സഹായത്താൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചു. അപ്പോൾ ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചിട്ടുണ്ട്. അതെല്ലാം വിദേശ സഹായത്താലാണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കണം. PSC എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഈ കോളങ്ങളെല്ലാം നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഭിലായ് ആരുടെ സഹായത്തോടു കൂടി? സോവിയറ്റ് യൂണിയൻ. ഭിലായ് സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ. ബൊക്കാറോ ഇതും സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ്. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെയാണ്. ദുർഗാപൂർ ബ്രിട്ടൻ്റെ സഹായത്തോടെ. ദുർഗാപൂർ ബ്രിട്ടൻ. അപ്പോൾ ഭിലായി, ബൊക്കാറോ ഇത് രണ്ടും സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെ. ദുർഗാപൂർ ബ്രിട്ടൻ്റെ സഹായത്തോടെ. അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അല്ലേ. അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള കാരണം SCERT തന്നതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ സോഴ്സ് ഏതാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. സോ അടുത്ത ഏരിയയിലേക്ക് വരാം. ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ വൻകിട അണക്കെട്ടുകൾ പ്രധാന പങ്ക് വഹിച്ചു. അപ്പോൾ അണക്കെട്ടുകളും നമ്മുടെ സാമ്പത്തിക സ്രോതസ്സിനെ സഹായിച്ചിട്ടുണ്ട്. കൃഷിക്കാവശ്യമായ ജലവും വ്യവസായങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതോർജ്ജവും ഇതിൽ നിന്ന് ലഭിച്ചു. അപ്പോൾ ജലവും, കൃഷിക്ക് വേണ്ടിയുള്ള ജലവും വ്യവസായത്തിന് വേണ്ടിയുള്ള വൈദ്യുതിയും നമുക്ക് ലഭിച്ചത് അണക്കെട്ടുകളിൽ നിന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഭക്രാനന്ദൽ പദ്ധതിയാണ്. എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ.
ഒരുപാട് തവണ ചോദിച്ചതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധ ഉദ്ദേശ നദീ തട പദ്ധതി ഭക്രാനങ്കൽ പദ്ധതി. ഇത് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ്. ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായതോടെ ഇന്ത്യയിൽ കാർഷികോൽപ്പന്നം വർദ്ധിച്ചു. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് 1952 ഒക്ടോബർ 2 അഥവാ നമ്മുടെ ഗാന്ധിജിയുടെ ജന്മദിനത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ ദേശീയ തലത്തിൽ ആ ഒരുപാട് വികസനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് 55 പദ്ധതികൾ 1952 ഒക്ടോബർ 2 അല്ലെ, രണ്ടും രണ്ടിലാണ്, ഒക്ടോബർ 2 1952 തുടക്കം കുറിച്ചു. PSC ചോദിക്കുന്നതാണ്. 1990-കളിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രകടമായ വ്യതിയാനമുണ്ടായി. 1990-കളിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ചില മാറ്റങ്ങൾ വന്നു. പൊതുമേഖലയ്ക്ക് പകരം, നമ്മൾ നേരത്തെ പറഞ്ഞു പൊതുമേഖലയ്ക്കാണ് ഇമ്പോർട്ടൻസ് നൽകുന്നതെന്ന് പറഞ്ഞു അല്ലേ, പൊതുമേഖലയ്ക്ക് പകരം സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൈവന്നു. നമ്മൾ എക്കണോമിക്സിലൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമ്മൾ എക്കണോമിക്സിലേക്ക് എത്തുകയാണെങ്കിൽ അത് അങ്ങോട്ടേക്ക് എത്തണോ ഇല്ലേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇനി ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. ഇന്ത്യയുടെ കാർഷിക പുരോഗതിയിലും വ്യവസായവൽക്കരണത്തിലും സാങ്കേതിക വിദ്യയ്ക്കും സാങ്കേതിക വിദഗ്ധർക്കും ഒരു പ്രധാന പങ്കുണ്ട്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ആരാധകനായിരുന്ന നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ അഭൂതപൂർവമായ നേട്ടങ്ങൾ കൈവരിച്ചു. നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ നിലവിൽ വന്നു. അവയിൽ ചിലത് താഴെ പറയുകയാണ്. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ, നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിക്ക് അതിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ അതെല്ലാം നല്ലതുപോലെ ശ്രദ്ധിച്ചു. അപ്പോൾ പ്രധാനപ്പെട്ട ചില ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങളാണ് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി. അപ്പോൾ അവിടെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഗവേഷണമാണ് നടക്കുന്നത്. ദെൻ ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച്, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി. ദെൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി. അപ്പോൾ വ്യവസായം, കാർഷികം, മെഡിക്കൽ, ഈ 3 മേഖലകളിലെയും ഗവേഷണ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിതമായി. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ഭാഭ. നാം ഹോമി ജെ ഭാഭ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ തന്നെയാണ്. അപ്പോൾ ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, നമ്മൾ ആദ്യം പറഞ്ഞ ശാസ്ത്ര വ്യാവസായിക അത് പ്രത്യേകം പഠിക്കുക. ഈ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജെ ഭാഭയാണ്. ദെൻ SN ഭട്നാഗറുമായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം SN ഭട്നാഗറും ഉണ്ടായിരുന്നു. SN ഭട്നാഗർ. ഹോമി ജഹാംഗീർ ഭാഭ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. അപ്പോൾ നമ്മുടെ ഹോമി ജെ ഭാഭയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. PSC എപ്പോഴും ചോദിക്കുന്നതാണ്, ഓർത്ത് വെക്കുക. ലോകോത്തര നിലവാരമുള്ള നിരവധി എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങൾ അക്കാലത്ത് സ്ഥാപിതമായി. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ അഥവാ IIT ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളാണ്. 1954-നും 64-നും ഇടയ്ക്ക് സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ 1954-നും 64-നും ഇടയിൽ 5 IITകൾ ഇന്ത്യയിൽ സ്ഥാപിച്ചു. ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്ന നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടാണ് ഇതിനെ അടിസ്ഥാനമാക്കിയത്. തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസം, ബയോമെഡിക്കൽ വിദ്യാഭ്യാസം, എൻജിനീയറിംഗ്, ജനിതക ശാസ്ത്രം, ജൈവ സാങ്കേതിക വിദ്യ, ആരോഗ്യം, ഗതാഗതം, സമുദ്ര ഗവേഷണം, വിവരസാങ്കേതിക വിദ്യ, ആണവോർജം എന്നീ മേഖലകളിൽ ഇന്ത്യ വൻ നേട്ടം കൈവരിച്ചു. ഓക്കെ അല്ലേ? ദെൻ ഇനി ബഹിരാകാശ ഗവേഷണത്തിലേക്ക് ഇന്ത്യ കടക്കുകയാണ്.
സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ നിരവധി പര്യവേക്ഷണങ്ങൾ നടത്തി. 1962 ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി അഥവാ ISRO. ഇതിനെ തുടർന്ന് 1969 ISRO എല്ലാ സമിതിയാണ്, ISROയിലേക്ക് നമ്മൾ വരുന്നതേ ഉള്ളൂ. 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ രൂപീകരണത്തോടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ നേതൃത്വം ഇതിൻ്റെ കീഴിലായി. അപ്പോൾ 1969 ISRO രൂപീകരിക്കുന്നത് കേട്ടോ. ISRO 1969 വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. 1969 ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരിലാണ്. ഇതാ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും PYQ ആണ് കേട്ടോ. ആസ്ഥാനം ബാംഗ്ലൂരിലാണ്. തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം PSC ചോദിക്കുന്നതാണ്. തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് കേട്ടോ. തുമ്പ തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകരുടെ കൂട്ടായ പരിശ്രമ ഫലമായി 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. അപ്പോൾ ഇന്ത്യ ആദ്യമായിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹം 1975 ആര്യഭട്ട. ഉപഗ്രഹങ്ങൾക്ക് പുറമെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും ഇന്ത്യ വികസിപ്പിച്ചെടുത്തു. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രമെന്ന ബഹുമതി നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് നെഹ്റുവിൻ്റെ ദീർഘദൃഷ്ടി മൂലമാണ്. അപ്പോൾ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രമായി ഇന്ത്യ മാറി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് കേട്ടോ. വികസിത രാജ്യങ്ങളായിരുന്നു അതുവരെ അത് ചെയ്തുകൊണ്ടിരുന്നത്. ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഏതാനും ഏജൻസികൾ ഇന്ന് നമുക്കുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് നമ്മൾ പഠിച്ചു വെക്കണം, SCERT ഫാക്റ്റാണ്. ഒന്ന് നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ഏജൻസിയാണ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. മിസൈൽ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ പുരോഗതി കൈവരിച്ചു. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത മിസൈലുകളാണ് അഗ്നി, പൃഥ്വി. അപ്പോൾ ഇന്ത്യ തുടക്ക കാലഘട്ടത്തിൽ വികസിപ്പിച്ച മിസൈലുകളാണ് അഗ്നി, പൃഥ്വി. ഡോക്ടർ രാജാ രാമണ്ണ ഇതാണ് അദ്ദേഹത്തിൻ്റെ പിക്ചർ. അതേപോലെ നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവർ ആണവരംഗത്ത് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി. അപ്പോൾ ആണവരംഗത്താണ് നമ്മൾ ആരെയൊക്കെ ഓർക്കേണ്ടത്? ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയും അതുപോലെ തന്നെ നമ്മുടെ രാജാ രാമണ്ണ. അപ്പോൾ നമുക്ക് ബഹിരാകാശ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട വിക്രം സാരാഭായിയെയും പിന്നീട് നമ്മുടെ ആണവോർജവുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയും ഒന്ന് പഠിക്കാം. ആദ്യം വിക്രം സാരാഭായ്. ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ്. അപ്പോൾ ആണവശാസ്ത്രത്തിലുമുണ്ട് ബഹിരാകാശ മേഖലയിലുമുണ്ട് കേട്ടോ. കേംബ്രിഡ്ജിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തിയ അദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായിരുന്നു. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി വിക്രം സാരാഭായിയാണ്. ഈ പോയിന്റ് പഠിക്കുക. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രവും അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം, ഇത് രണ്ടിൻ്റെയും ശില്പി വിക്രം സാരാഭായിയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി തുമ്പ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന പേരാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. VSSC വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ തുമ്പയിലാണ്. ഇനി ഡോക്ടർ APJ അബ്ദുൽ കലാമിലേക്ക് വരാം. ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതി. നമ്മൾ ഭരണഘടന പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും അദ്ദേഹം 11ാം രാഷ്ട്രപതിയായിരുന്നു കേട്ടോ. ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം ശാസ്ത്രജ്ഞനും ഗവേഷകനുമായിരുന്നു. മിസൈൽ സാങ്കേതിക വിദ്യ പരിപോഷിപ്പിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു അദ്ദേഹം. നമ്മൾ അദ്ദേഹത്തെ ശാസ്ത്രജ്ഞൻ എന്ന രീതിയിൽ മാത്രമായിരിക്കും പഠിച്ചു വെച്ചിട്ടുള്ള.
അപ്പോൾ നമുക്കത് പോരാ, നമ്മൾ പഠിക്കുക മിസൈൽ സാങ്കേതിക വിദ്യയിൽ അദ്ദേഹം വിദഗ്ധനായിരുന്നു. ISROയുടെ ചുമതല വഹിച്ച അദ്ദേഹം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികൾ വികസിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം വികസിപ്പിച്ച ബഹിരാകാശ വാഹിനികൾ SLV-3യും PSLV. അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണമാണ്, അത് നമുക്കറിയുന്നതാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ചന്ദ്രയാൻ, മംഗൾയാൻ ദൗത്യങ്ങളോടെ ഇന്ത്യ ബഹിരാകാശ പര്യവേക്ഷണങ്ങളുടെ പുതുയുഗത്തിലേക്ക് പ്രവേശിച്ചു. അതൊക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളത് പറയും. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പരീക്ഷണ ദൗത്യമായ ചന്ദ്രയാന് 2008 ഒക്ടോബറിൽ തുടക്കം കുറിച്ചു. അപ്പോൾ ചന്ദ്രയാൻ ദൗത്യത്തിന് തുടക്കം കുറിക്കുന്നത് 2008 ഒക്ടോബറിലാണ്. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. അപ്പോൾ ഇന്ത്യക്ക് മുന്നേ ആരൊക്കെ ആ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരാണ് മംഗൾയാൻ. PSC ചോദിച്ചതാണ് കേട്ടോ. ചൊവ്വ ദൗത്യം, ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ISROയുടെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരാണ് മംഗൾയാൻ. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്ന ഖ്യാതി മംഗൾയാനാണ്. അപ്പോൾ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം ഏതെന്ന് ചോദിച്ചാൽ അതും മംഗൾയാനാണ്. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾക്ക് ഇന്ത്യ ഒരുങ്ങുകയാണ്. ഇനി വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരാം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ഡോക്ടർ DS കോത്താരിയാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ ദേശീയ നേതാക്കൾ സ്വാതന്ത്ര്യാനന്തരം തദ്ദേശീയമായ വിദ്യാഭ്യാസ നയം വളർത്തിയെടുക്കാൻ ശ്രമിച്ചു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായി ഗവൺമെൻറ് പല ഘട്ടങ്ങളിലായി വിവിധ കമ്മീഷനുകളെ നിയമിച്ചു. താഴെ നൽകിയിട്ടുള്ള പട്ടികയിൽ നമുക്ക് കമ്മീഷനുകളെ നോക്കാം. അപ്പോൾ വിദ്യാഭ്യാസ കമ്മീഷനുകൾ നമ്മൾ പഠിക്കേണ്ടതാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ നമുക്ക് പറയാൻ പറ്റുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ഒരു വർഷത്തിനു ശേഷം. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമായിരുന്നു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, UGC അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കുക എന്നിവയായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ശുപാർശകൾ. ദെൻ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952. സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ എന്നും ഇതിന് പേരുണ്ട് കേട്ടോ. അപ്പോൾ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലുള്ള പഠനമാണ്. അപ്പോൾ മുതലിയാർ കമ്മീഷൻ എന്ന് കേൾക്കുമ്പോൾ അത് സെക്കൻഡറി കമ്മീഷൻ എന്ന പേരുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കത് കിട്ടും, സെക്കൻഡറി വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കമ്മീഷനാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശുപാർശയാണ് ത്രിഭാഷാ പദ്ധതി. ത്രിഭാഷ അതായത് 3 ലാംഗ്വേജ്, ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, തേർഡ് ലാംഗ്വേജ് എന്ന് പറയില്ല, അതാണ് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. അല്ലെ, അധ്യാപകർക്കും പരിശീലനം വേണം, അതിന് സമിതി വേണം എന്നൊക്കെ പറഞ്ഞു. ഇനി കോത്താരി കമ്മീഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കൊട്ടേഷൻ കോത്താരിയുടേതാണ് അല്ലേ. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് കോത്താരി കമ്മീഷനാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം 10-2-3, അതായത് 10 +2 3 വർഷം ഡിഗ്രി, ഈ മാതൃകയിലുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് പറയുന്നത് കോത്താരി കമ്മീഷനാണ്. PYQ ആണ് കേട്ടോ. 10+2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് പറയുന്നത് കോത്താരി കമ്മീഷനാണ്. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വേണമെന്ന് പറയുന്നതും കോത്താരി കമ്മീഷനാണ്. മൂലവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്ന് പറയുന്നത് കോത്താരി കമ്മീഷനാണ്. ഇനി പുതിയ വിദ്യാഭ്യാസ നയം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ പറയും. 1986 ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ
NPE നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ രൂപീകരിച്ചു. വർഷം ഓർക്കുക, ചോദിച്ചിട്ടുണ്ട്. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വന്നത് 1986. ഇത് നയമാണ്, വിദ്യാഭ്യാസ നയം ആണ്. നമ്മൾ നേരത്തെ പറയുന്നത് കമ്മീഷനാണ്. കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് കമ്മീഷൻ. അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പോളിസി, നയത്തിൽ വരുന്നത്. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പിലാക്കിയത്. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ താഴെ പറയുകയാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. അപ്പോൾ കുട്ടികൾക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടണം, ഹയർ എഡ്യൂക്കേഷനും കിട്ടണം. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, അപ്പോൾ നമ്മൾ പദ്ധതികൾ എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കേണ്ട സാധനമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്? പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുമുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. റെസിഡൻഷ്യൽ സ്കൂളാണ്. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. ഇതൊക്കെയായിരുന്നു NPE ഉണ്ടായിരുന്നത്. ഇനി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് നോക്കാം. ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദ് ആണ് അല്ലേ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു. ഈ സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്ക് വഹിച്ചു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11, ഇത് പലർക്കും അറിയില്ല, ദേശീയ വിദ്യാഭ്യാസ ദിനം ആയി ആചരിക്കുന്നു. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11 അല്ലേ. മാസവും 11-ാം മാസമാണ്, ഡേറ്റും 11 അല്ലേ, നവംബർ 11. അദ്ദേഹം രചിച്ച പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇത് ഈ കഴിഞ്ഞ എക്സാമിൽ, ഞാൻ ഈ ക്ലാസ് ചെയ്യുന്നതിന് തലേന്നുള്ള എക്സാമിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ പുസ്തകമാണ്? അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനയിൽ തന്നിരിക്കുന്ന ജോഡികളിൽ ശരിയായത് ഏത് എന്നില്ല. അബുൽ കലാം ആസാദും ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകത്തിൻ്റെ പേരും ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പുതിയ വിദ്യാഭ്യാസ നയത്തിന് കഴിഞ്ഞു. 2009 ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കി. അപ്പോൾ ഇന്ത്യ വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് പാസാക്കിയത് 2009. അതിൻ്റെ കൃത്യം ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഭരണഘടന പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ തുടങ്ങിയവ സംയോജിപ്പിച്ച് 2018 മുതൽ സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കി വരുന്നു. അപ്പോൾ ഇന്നുള്ളത് സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന പദ്ധതിയാണ് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സമഗ്ര ശിക്ഷാ അഭിയാൻ. ഈ സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത് മുന്നേ ഉണ്ടായിരുന്ന സർവശിക്ഷാ അഭിയാൻ എന്ന പദ്ധതിയും രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്ന പദ്ധതിയും കൂടി സംയോജിപ്പിച്ചിട്ടാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പുതിയ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് കേട്ടോ. ഓർക്കുക, ഇപ്പോൾ സമഗ്ര ശിക്ഷയാണുള്ളത്, എന്തല്ല സർവശിക്ഷയല്ല കേട്ടോ. ഇനി നമുക്ക് സാംസ്കാരിക മേഖലയിലേക്ക് വരാം. സാംസ്കാരിക നേട്ടങ്ങൾ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സാംസ്കാരിക മേഖലയിലും വൻ പുരോഗതി നേടുകയുണ്ടായി. ഇന്ത്യക്ക് തനതായ ഒരു സാംസ്കാരിക പാരമ്പര്യം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ പ്രോത്സാഹനം ലക്ഷ്യമാക്കി സ്വാതന്ത്ര്യാനന്തരം ധാരാളം സ്ഥാപനങ്ങൾ ആരംഭിച്ചു. അതിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് സാംസ്കാരിക വിനിമയം അധ്യാപകർക്കായി എന്നൊരു ടോപ്പിക്ക് തന്നിട്ടുണ്ട്, അതുകൂടി നോക്കാം. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. അപ്പോൾ 1979 സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനം വരുന്നത് കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലാണ്. ഈ സ്ഥാപനം എന്താ ചെയ്യുന്നത്? അധ്യാപകർക്കും കുട്ടികൾക്കുമായി സാംസ്കാരിക വിനിമയത്തിനുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ലക്ഷ്യം. അധ്യാപകർക്കും കുട്ടികൾക്കുമായി സാംസ്കാരിക വിനിമയത്തിനുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും നോക്കാം. സംഗീത നാടക അക്കാദമി
ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അതുകൊണ്ട് അത് നമുക്ക് എളുപ്പമാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അപ്പോൾ അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. സംഗീത നാടക അക്കാദമി, ദ നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത്. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം. അത് ആ പേരിൽ തന്നെയുണ്ട് അല്ലേ. ദെൻ ലളിത കലാ അക്കാദമി, ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം. അപ്പോൾ ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് അത്. ഇന്ത്യയുടെ അകത്തും പുറത്തുമാണ് കേട്ടോ. അകത്തും പുറത്തും പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ് ലളിത കലാ അക്കാദമിയുടെ ഫങ്ഷൻ. ദെൻ സാഹിത്യ അക്കാദമി, ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനം. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ കേട്ടോ. ഇന്ത്യൻ ഭാഷാ സാഹിത്യം ഇതൊക്കെ സ്ട്രെസ് ചെയ്യണം. പ്രസ്താവന വരുമ്പോൾ മാറിപ്പോകരുത്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറഞ്ഞാൽ നാടകമാണ് അല്ലേ. സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സംഗീത നാടക അക്കാദമിയുടെ കീഴിലാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ വരുന്നത്. സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നു. അപ്പോൾ നാടകമേള നടത്തുന്നത് സ്കൂൾ ഓഫ് ഡ്രാമയാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, കുറഞ്ഞ ചിലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഇതെല്ലാം ഓർത്ത് വെച്ചിരിക്കുക. ഇതൊക്കെ 1-2 തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നന്നായിട്ടത് മനസ്സിൽ കയറും. ഇതൊക്കെ പ്രസ്താവനകളായിട്ട് വന്നാൽ പോകരുത്, അത് ശ്രദ്ധിക്കുക. ഇനി ഇന്ത്യയുടെ വിദേശ നയം. അപ്പോൾ ഇന്ത്യയുടെ വിദേശ നയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ട പേര് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റുവാണ്. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറില്ലെന്നാണ് ലോക രാജ്യങ്ങളോട് നടത്താനുള്ളത്. അപ്പോൾ എല്ലാ രാജ്യങ്ങളോടും സൗഹൃദം, ആരോടും ശത്രുതയില്ല. ഈ ഒരു നയമാണ് നെഹ്റുവിനുണ്ടായിരുന്നത്. അതുതന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ നയം. വിദേശ രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനം വ്യക്തമാക്കുന്നതാണ് നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി നെഹ്റുവാണ്. അപ്പോൾ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ താഴെ പറയുന്നു, നമുക്ക് നോക്കാം. സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, അത് നമുക്ക് തുടക്കത്തിലേ ഉള്ളതാണ്. അത് നമ്മളിപ്പോഴും കീപ്പ് ചെയ്യുന്നു. നമുക്ക് ക്യാപിറ്റലിസത്തിനോടും അതേപോലെ കോളനിവൽക്കരണത്തോടും നമുക്ക് താല്പര്യമില്ല, എതിർപ്പാണുള്ളത്. താല്പര്യമില്ല എന്ന് മാത്രമല്ല, അതിനെ നമ്മൾ എതിർക്കുന്നു. വംശീയവാദത്തോട് വിദ്വേഷം അല്ലേ, നമുക്ക് വംശീയവാദത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതിനോട് എതിർപ്പാണ് ഉള്ളത്. ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം അല്ലെ, ഐക്യരാഷ്ട്രസഭയോട് നമുക്ക് വിശ്വാസമുണ്ട്. സമാധാനപരമായ സഹവർത്തിത്വം, ആളുകളുമായിട്ട് സമാധാനപരമായിട്ടാണ് നമ്മൾ ഇടപെടുന്നത്. പഞ്ചശീല തത്വങ്ങൾ, അതൊക്കെ നമ്മൾ പറയും കേട്ടോ. പഞ്ചശീല തത്വങ്ങൾ. വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. അപ്പം വിദേശ സഹായം കിട്ടുമെങ്കിൽ, ആവശ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് സ്വീകരിക്കും. ചേരായ്മ അല്ലെങ്കിൽ ചേരാ നയം. ഞാൻ കോളത്തിൽ വരച്ചിരിക്കുന്ന 2 കാര്യങ്ങളും നമ്മൾ ഭരണഘടന പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം പഠിക്കുന്ന സമയത്തേക്ക് നമ്മളത് പറയുന്നതാണ് കേട്ടോ. പഞ്ചശീല തത്വങ്ങൾ ഇവിടെ തന്നെ പറയുന്നുണ്ട്. 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. അപ്പോൾ എന്താണ് പഞ്ചശീല തത്വങ്ങൾ? 1954 ചൈനയുമായിട്ട് അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായിയുമായിട്ടാണ് ഈ ഒരു കരാർ. അപ്പോൾ ആരാണ് കരാർ ഒപ്പിട്ടത്? ഇന്ത്യയുടെ ഭാഗത്ത് നെഹ്റു, ചൈനയുടെ ഭാഗത്ത് അവരുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ചൗ എൻ ലായി സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചു. ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീലമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള സമീപനം ഇത് തന്നെയാണ്. അപ്പോൾ ഇന്ത്യക്ക് എല്ലാ രാജ്യങ്ങളോടുള്ള സമീപനം ഈ ഒരു പഞ്ചതത്വങ്ങളാണ്. ആ തത്വങ്ങൾ നമുക്ക് നോക്കാം. രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. അപ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. പരസ്പരം ആക്രമിക്കാതിരിക്കുക. ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. സമത്വവും പരസ്പര സഹായവും പുലർത്തുക. സമാധാനപരമായ സഹവർത്തിത്വം
പാലിക്കുക. അപ്പോൾ എല്ലാം സമാധാനപരമായിട്ട് പരസ്പരം സഹകരിക്കുക എന്നുള്ള അർത്ഥത്തിന് വരുന്നതാണ്. അപ്പോൾ ഇത് വായിച്ച് മനസ്സിലാക്കി വെക്കുക. നമുക്ക് തിരികെ പോകുന്ന സംഗതിയൊന്നുമല്ല, എന്നാലും പ്രസ്താവന വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് വായിച്ചു വയ്ക്കുക. രണ്ടാം ലോക മഹായുദ്ധാനന്തരം രൂപീകരിക്കപ്പെട്ട ചേരിചേരാ പ്രസ്ഥാനത്തെക്കുറിച്ച് മുൻഭാഗത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേൾഡ് ഹിസ്റ്ററി അടുത്ത് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് അത് പഠിക്കും. ടെക്സ്റ്റ് ബുക്കിൽ അത് മുന്നേ പാഠങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് അവിടെ അങ്ങനെ പറയുന്നത്. അതിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തതിലൊരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നെഹ്റു ആയിരുന്നു. അപ്പോൾ ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയവരിൽ പ്രധാനി നെഹ്റുവാണ്. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ സ്ഥിരമായി ഒരു ചേരിയോടൊപ്പം നിൽക്കാതെ പ്രശ്നത്തിൻ്റെ ശരി തെറ്റുകൾ വിലയിരുത്തി നിലപാടെടുക്കുക എന്നുള്ള സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ ഇന്ത്യ ഒരു പക്ഷത്ത് നിൽക്കില്ല, ശരി തെറ്റുകൾ മനസ്സിലാക്കി അതനുസരിച്ച് നിലപാടെടുക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ നയം. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യ നേരിട്ട വെല്ലുവിളികളാണ്. അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം നേരിട്ട വെല്ലുവിളികൾ ഒന്ന് അഭയാർത്ഥി പ്രവാഹവും നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും. അപ്പം അതിനുവേണ്ടി ലയനക്കരാർ കൊണ്ടുവന്നു. അതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് സർദാർ വല്ലഭായ് പട്ടേൽ, പിന്നെ നമ്മുടെ മലയാളിയായ VP മേനോൻ. ദെൻ ഭരണഘടനയും പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 1950 ജനുവരി 26 ഇന്ത്യൻ റിപ്പബ്ലിക്കാണ്. രാജേന്ദ്ര പ്രസാദും ഡോക്ടർ BR അംബേദ്കറൊക്കെയാണ് ഭരണഘടനാ സമിതിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ. ഇനി ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനർസംഘടനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. സംസ്ഥാനം പുനർസംഘടിപ്പിക്കുന്നതിന് വേണ്ടി കമ്മീഷൻ, ഫസൽ അലി കമ്മീഷനൊക്കെ വന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യയുടെ സാമ്പത്തിക നയം, അതിനുവേണ്ടിയുള്ള പ്ലാനിംഗ് കമ്മീഷൻ, പഞ്ചവത്സര പദ്ധതികൾ എന്നുള്ളതിൻ്റെ ആമുഖവും നമ്മൾ പറഞ്ഞു വെച്ചു. അതിൻ്റെ ഡീറ്റെയിലിംഗ് നമ്മൾ എക്കണോമിക്സിലാണ് നോക്കുന്നത്. ദെൻ ശാസ്ത്ര പുരോഗതിയും വിദ്യാഭ്യാസവും പറഞ്ഞു അല്ലേ. ഗവേഷണ സ്ഥാപനങ്ങൾ പറഞ്ഞു, ബഹിരാകാശ രംഗം, രാധാകൃഷ്ണൻ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, ദേശീയ വിദ്യാഭ്യാസ നയം, ഇവയൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ സാംസ്കാരിക മേഖലയിൽ കുറച്ച് സംഘടനകൾ പറഞ്ഞു അല്ലേ. സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി. അവസാനമായിട്ട് നമ്മൾ വിദേശ നയം പറഞ്ഞു, ചേരിചേരാ നയം, പഞ്ചശീല തത്വങ്ങൾ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. SCERT. നമുക്കിനി NCERTയിലേക്ക് പോകണം എന്ന് താല്പര്യമുണ്ട്. അപ്പോൾ ഞാനിത് ആവർത്തിച്ച് പറയുകയാണ്. നിങ്ങളുടെ പിന്തുണ ഉണ്ട് എങ്കിൽ ആഗ്രഹിക്കുന്നത് പോലെ ഫുൾ ടോപ്പിക്സ് SCERT NCERT നമുക്ക് കവർ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സഹകരിക്കുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.